പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകം മുഴുവനിലും ഷാലോം TV-യുടെ മുമ്പിലിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ സ്ഥാപനങ്ങളെയും, ഓരോ സമൂഹങ്ങളെയും നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഞാൻ പൂർണ്ണമായി കാഴ്ചവെക്കുന്നു. ദൈവീക ജീവിതത്തിലെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു മൂല്യം വിശ്വാസം. ധാരാളം പ്രഭാഷണങ്ങളും ധാരാളം അനുഗ്രഹം പ്രാപിച്ച നിങ്ങളോട് ഒരിക്കൽ കൂടി ഈ വിഷയത്തിലെ ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹെബ്രായർ 11:1 നാം വായിക്കുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നത് സാധ്യതയില്ലാതിരിക്കെ അത് കിട്ടിക്കഴിഞ്ഞു എന്ന് ലഭിച്ചതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? സംശയിക്കരുത്. ഇത് സംഭവിക്കുമോ? മുഴുവനായിട്ടും സംഭവിക്കുമോ? ഈ രോഗം മുഴുവനായിട്ട് മാറിപ്പോകുമോ? അല്ലെങ്കിൽ ഭാഗികമായിട്ടാണോ മാറിപ്പോകുക? പല സംശയങ്ങളും ഓരോ ഹൃദയത്തിലുണ്ടാകാം. ദൈവം എനിക്കായി ഇതെല്ലാം ചെയ്തു തരും, ഇത് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ അപ്പനോട് ചോദിച്ചാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരുമെന്ന് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം വ്യാപരിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഒരു കുഞ്ഞ് മുട്ടുമേ നിന്നുകൊണ്ട് ഈശോയെ എനിക്ക് ഭക്ഷണം തരണമേ, അല്ലെങ്കിൽ ഒരു യുവാവ് ദൈവമേ എനിക്ക് നല്ലൊരു ജോലി തരണമേ, അല്ലെങ്കിൽ ഒരു ദമ്പതി കർത്താവേ എനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകണമേ, നല്ലൊരു ഭവനം നൽകണമേ, ഒരു പഠിച്ച ഒരാൾ ദൈവമേ എൻ്റെ പഠനത്തിന് അനുയോജ്യമായ ഒരു ജോലി സാധ്യത എനിക്ക് തരണമേ എന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത് നിനക്ക് സാധിപ്പിച്ചു തരും. എത്രയോ എത്രയോ അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച ജെറുസലേം വചന കൂടാരത്തിലെ അൾത്താരയിൽ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. ലിയ ലിനു ദമ്പതിമാരാണ്. അവിടെ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി. അതിൽ വിവാഹം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞ് ലിയ ഗർഭിണിയായി, അബോർഷനായി പോയി. ആ സങ്കടം അറിഞ്ഞ അമ്മയും ജെറുസലേം വചന കൂടാരത്തിലെ താമസമുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചു. വീണ്ടും അവൾ പ്രഗ്നൻ്റായി. ഏതാനും 2 മാസം കഴിഞ്ഞപ്പോൾ അതും അബോർഷനായി പോയി. ലിയും ലിനും ദുബായിൽ ജോലിക്കാരാണ്. അവർ നാട്ടിൽ വന്നപ്പോൾ ജെറുസലേമിൽ വരാനിടയായി. അവിടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. കുമ്പസാരിക്കാൻ, വെള്ളിയാഴ്ച തോറുള്ള ശുശ്രൂഷ പങ്കെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അപ്രകാരം ചെയ്തു. വീണ്ടും അവൾ പ്രഗ്നൻ്റായി. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതും അബോർഷനായി. 3 പ്രാവശ്യം അബോർഷനായിട്ടും അവർ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൊടുത്തിരുന്നൊരു പ്രാർത്ഥന അനുദിനം ചൊല്ലുവാൻ അവർ ഉത്സുകരായിരുന്നു. യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ ജീവിത പങ്കാളിയും കഴുകണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ, സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന അവിടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 5 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതിന് ജോന മരിയ എന്ന് പേരിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക.
എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യം. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കുഞ്ഞിനെ ദൈവം തരുന്നത്, അതിനെ ഓമനിക്കുന്നത്, അതിനെ പാലൂട്ടുന്നത്, അതിനെ വസ്ത്രം ധരിപ്പിക്കുന്നത്, അതിനെ കുളിപ്പിക്കുന്നത്, ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുപോകുന്നത് നീ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക, അത് ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും. ജെറമിയ 29:11 നാം വായിക്കുന്നു, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരവും പ്രത്യാശ നൽകുന്ന മഹത്തായ പദ്ധതിയാണത്. പ്രിയപ്പെട്ടവരെ, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടുപോകുക മാത്രമല്ല, ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വചന കാഹളം എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകം, ക്യൂട്ടായിരിക്കുന്ന പുസ്തകം ജെറൂസലമിൽ നിന്ന് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയത് അൾത്താരിൽ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന ഒരു കുഞ്ഞായാലും, എനിക്ക് ഓർമ്മശക്തിയില്ല, ഈ വിഷയത്തിൽ പല പ്രാവശ്യമായി ഞാൻ തോൽക്കുന്നു, മാതാപിതാക്കളും പറയുന്നു ഈ വിഷയം നിനക്ക് ബുദ്ധിമുട്ടാണെന്ന്, അധ്യാപകരും പറയുന്നു ഈ വിഷയം പഠിച്ച് നിനക്ക് മുന്നോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അത് പഠനമായാലും ജോലിയായാലും ജീവിതമായാലും ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും, നിനക്കൊരിക്കലും ഈ കാര്യം കിട്ടുകയില്ല എന്ന് നിനക്ക് തോന്നുമെങ്കിലും, ദൈവമായ കർത്താവ് പറയുന്നു, പ്രത്യാശിക്കുന്ന നിനക്ക് ലഭിക്കും. ഈ ഉറപ്പ് നിനക്ക് വേണം. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം, നീ ബോധ്യപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കി ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞു പോയ കാലവർഷക്കെടുതിയിൽ കേരളം മുഴുവൻ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു. ജെറൂസലമിലും വെള്ളപ്പൊക്കവും അതിൻ്റെ കെടുതികൾ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിച്ചു, നിനക്ക് പേരിട്ടവൻ തന്നെ അതിനെ വളർത്തുമെന്ന്. ഏകദേശം 4 ദിവസത്തോളം വെള്ളത്തിനിടയിലായിരുന്നു ജെറൂസലം വചനക്കൂടാരം. അത്ഭുതകരമായ വിധത്തിൽ ജാതി മത ഭേദമന്യേ ആളുകൾ വരാനും, പ്രേക്ഷിതരും ശുശ്രൂഷകരും അന്തേവാസികളും വൈദികരും ഒരുമിച്ച് ചേർന്നപ്പോൾ 7 ദിവസത്തിനുള്ളിൽ വീണ്ടും ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ ദൈവം കൃപ നൽകുകയായിരുന്നു. വിശ്വസിക്കുക, നിനക്കിത് ചെയ്യാൻ സാധിക്കും, ഇത് പറയാൻ സാധിക്കും, ഇത് ചെയ്തു തീർക്കാൻ സാധിക്കും. പ്രത്യാശിക്കുന്നത് മാത്രമേ നമുക്ക് ലഭിക്കൂ. നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ആഗ്രഹങ്ങളിൽ നല്ല പ്രത്യാശ ഉണ്ടാകണം. ബൈബിളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, 100 വയസ്സായ അബ്രാഹാം പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലാതിരുന്നിട്ട് 100-ാം വയസ്സിൽ ശരീരം മൃതപ്രായമാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ഭാര്യ സാറയുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ലാസറിന്റെ കുഴിമാടത്തിങ്കൽ മർത്താ മറിയത്തോട് ഒരുമിച്ച് പോയി യേശുനാഥൻ നിൽക്കുകയാണ്. കല്ലുരുട്ടി മാറ്റാനായിട്ട് യേശു ആവശ്യപ്പെട്ടു. മർത്ത പറഞ്ഞില്ലേ, മരിച്ചിട്ട് 4 ദിവസമായി, ദുർഗന്ധമായിരിക്കും, വേണ്ട കർത്താവേ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സംശയത്തിൻ്റെ വാക്കാണ് മർത്ത പറയുന്നത്. ഒരു അത്ഭുതം പോലും തടയാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, കല്ലുരുട്ടി മാറ്റാൻ. യേശു പറഞ്ഞു, മർത്ത, വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിക്കും. സംശയത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വിചാരിക്കരുത്.
സംശയത്തിൻ്റെ വാക്കുകൾ നമ്മുടെ കുടുംബത്തെ സംസാരിക്കരുത്. അപ്രകാരം വരുമ്പോൾ അവിടെ വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നു, യേശു ശതാധിപനോട് പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ നിന്നെ സംഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ തൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 2 അന്ധന്മാർ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയോരത്തിരുന്ന് കരയുകയാണ്. ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. തൽക്ഷണം കാഴ്ച കിട്ടുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുവിൻ്റെ പക്കലേക്ക് കാനാൻകാരി സ്ത്രീ കരഞ്ഞു വന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നിൽ സംഭവിക്കട്ടെ. തൽക്ഷണം അത്ഭുതം നടക്കുകയാണ്. രക്തസ്രാവത്തിൽ പിടിപെട്ട സ്ത്രീ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചു. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ യേശു പാപിനിയായിരിക്കുന്ന സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പിന്നാലെ നമ്മളൊരു അനുയാത്ര നടത്തുകയായിരുന്നു. ലാസറിൻ്റെ വീട്ടിൽ, ശതാധിപൻ്റെ വാക്കുകളിൽ, അന്ധന്മാരുടെ വാക്കുകളിൽ, കാനാൻകാരി സ്ത്രീയുടെ വാക്കുകളിൽ, രക്തസ്രാവത്തിൽ പിടിപെട്ട സ്ത്രീയുടെ സവിധത്തിൽ, പാപിനിയായ സ്ത്രീയോടൊക്കെ യേശു ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ, വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മനസ്സ് മടുത്ത് ക്ഷീണിതരായി കുടുംബത്തിലും സ്ഥാപനത്തിലിരുന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നത് മാത്രമേ സംഭവിക്കൂ, വിശ്വസിക്കുന്നത് മാത്രമേ നിനക്ക് ലഭിക്കൂ. പഠിക്കുന്ന കുട്ടി സ്വപ്നം കാണണം, എനിക്ക് നല്ല മാർക്ക് കിട്ടും, എൻ്റെ കോളേജിൽ ഒന്നാമനായി പാസ്സായിത്തീരുന്നത് നീ സ്വപ്നം കാണണം. വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലായെങ്കിലും ആ മക്കളെ കണ്ടുകൊണ്ട്, ദൈവം തരുന്നതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു ശുശ്രൂഷകൻ വലിയ വലിയ ശുശ്രൂഷ വേദിയിൽ ഇരുന്നു കൊണ്ട് വചനം പറഞ്ഞ് അനേക മക്കളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തെയും കൊണ്ടുവരുന്നത് കണ്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവർ ഉന്നതമായ വിജയം നേടി ലോകത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിൽ, വിവിധങ്ങളായ തുറകളിൽ ഉന്നതമായ ജോലികൾ ചെയ്ത് രാജ്യത്തെ സേവിക്കുന്നത് കണ്ടുകൊണ്ട് അധ്യാപകർ പ്രാർത്ഥിക്കണം. ഓരോ വൈദികരും ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ കണ്ണുനീര് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കണ്ണുനീര് തുടച്ചു മാറ്റണമേ എന്ന് കാസിയും പീലാസും എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നത് ധ്യാനമന്ദിരങ്ങളിലും കൺവെൻഷനുകളിലും ഇടവക ദൈവാലയങ്ങളിലുമൊക്കെ നിത്യസുപരിചിതമാണ് ഓരോ വൈദികർക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ബൈബിളിലേക്ക് കടന്നു ചെന്നാൽ വിശ്വാസത്തിൻ്റെ വലിയ ഘോഷയാത്രയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. വിശ്വാസത്താൽ അബ്രാഹത്തിന് കുഞ്ഞിനെ നൽകി, വിശ്വാസത്താൽ യാക്കോബ് സമ്പന്നനായി തീർന്നു, വിശ്വാസത്താൽ ജോസഫ് പ്രധാനമന്ത്രിയായി തീർന്നു, വിശ്വാസത്താൽ മൂശ ചെങ്കടലിനെ വിഭജിച്ചു, വിശ്വാസത്താൽ ജോഷുവ ജെറിക്കോ മതിലുകൾ തകർത്തു, വിശ്വാസത്താൽ ദാവീദ് ഗോലിയാത്തിന്റെ കഥ കഴിച്ചു, വിശ്വാസത്താൽ 3 യുവാക്കന്മാർ തീച്ചുളയിൽ കൂളായിട്ട് നടന്നു, വിശ്വാസത്താൽ മറിയം രക്ഷകനെ ഉദരത്തിൽ സംവഹിച്ചു,
വിശ്വാസത്താൽ ശതാധിപന്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചു. വിശ്വാസത്താൽ തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു. വിശ്വാസത്താൽ ബർത്തിമേയുസ് കണ്ണിന് കാഴ്ചയുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിൾ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയാൽ കണ്ടുമുട്ടുന്ന ഒരേ ഒരു കാര്യം, ശക്തമായ വിശ്വാസം എവിടെയുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ ആന്തരികമായ മർമ്മം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. ഏത് അത്ഭുതത്തിൻ്റെ പിറകിൽ ഒരു വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതങ്ങൾ കണ്ണാലെ കാണുവാൻ സാധിക്കുക. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നത് സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യാനായിട്ട് കർത്താവ് ശക്തി തരും. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കണം. ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിച്ചാൽ നിന്റെ ഭാവനയ്ക്ക് അതീതമായ കാര്യങ്ങൾ, നിന്റെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ സാധിപ്പിച്ചു തരും. ഇന്ന് ജെറൂസലം നിൽക്കുന്ന സ്ഥലം 25 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു വെള്ളക്കെട്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്കായി ഒരു ആലയം ഇവിടെ പണിതീരാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടയാളങ്ങൾ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വേളയിൽ ഒരു ദിവ്യമായ പ്രകാശം ഞങ്ങളുടെ കണ്ണുകളിലേക്ക് കടന്നു വന്നത് 25 വർഷങ്ങൾക്കപ്പുറത്ത് നടന്നത് ഇന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. സംശയം കൂടാതെ ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണെന്ന് അധികാരികളെ അറിയിക്കുകയും ആ വെള്ളക്കെട്ട് നികത്തി അവിടെയാണ് ഇന്ന് ജെറൂസലം വചനകൂടാരം സ്ഥാപിതമായിരിക്കുന്നത്. ഉള്ളിൽ പൂർണ്ണമായി വിശ്വസിക്കുക, സംശയമില്ലാതെ നീ വിശ്വസിക്കുക, ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 35-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ നീ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. ഒരിക്കൽ കൂടി, കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക, സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. എൻ്റെ മക്കളെ, അടഞ്ഞുപോയ എത്രയോ വഴികൾ വിശ്വാസത്തിന് ഫലമായിട്ട് തുറന്നു കിട്ടിയ മക്കൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തകർന്നുപോയ ജീവിതങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ടത് ഈ ശുശ്രൂഷയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവല്ലേ നിനക്ക് ജോലി തന്നത്, ദൈവമായ കർത്താവല്ലേ നിനക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകിയത്, ദൈവമായ കർത്താവല്ലേ നിനക്ക് സന്താനങ്ങൾ നൽകിയത്, ദൈവമായ കർത്താവല്ലേ നിനക്ക് സമ്പത്ത് നൽകിയത്, ദൈവമായ കർത്താവല്ലേ നിനക്ക് ആരോഗ്യം നൽകിയത്. നീ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൽ സംപ്രീതനാകും. അടഞ്ഞുപോയ വഴികൾ നിനക്ക് തുറന്നു തന്ന് വിശാലമായ പച്ചയായിരിക്കുന്ന പുൽത്തകിടിയിലേക്ക് ദൈവം നമ്മെ നയിക്കും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പരിധി കൂടാതെ ദൈവത്തെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹനങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറാക്കുക. നിന്റെ വിശ്വാസം കത്തിജ്വലിക്കാൻ ഇടവരും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. സർവശക്തനായ ദൈവമേ, എല്ലാം അനുവദിച്ചു തരുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുവാൻ കൃപ തരണമേ.
ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഈ ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നത് മുഴുവൻ അവിടുത്തെ പദ്ധതിയും പ്ലാനും അനുസരിച്ചിട്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.